സൗദിയിലെ ആശുപത്രി തട്ടിപ്പിൽ ജീവിതം തകർന്ന പ്രവാസിക്ക് തിരിച്ചടിയായി ജപ്തിയും. മമ്പാട് സ്വദേശിയും സൗദി അറേബ്യയിലെ അൽനൂർ ഹോസ്പിറ്റൽ സ്ഥാപകനുമായ അബ്ദുസലാമിന്റെ വീടും സ്ഥലവുമാണ് പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് ജപ്തി ചെയ്തത്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. 45 വർഷത്തിലേറെ സൗദി അറേബ്യയിൽ അധ്വാനിച്ച് ജിദ്ദയിലും ഹൈലിലും ആശുപത്രികൾ സ്ഥാപിച്ച തന്റെ സമ്പാദ്യം അൽ അബീർ ഗ്രൂപ്പ് ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദിന്റെ വഞ്ചനയിലൂടെയും ഗൂഢാലോചനയിലൂടെയും നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് താൻ ബാങ്കിൽ നിന്നും വായ്പയെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് ഏകദേശം 2.80 കോടി വായ്പയെടുക്കേണ്ടി വന്നുവെന്നും പിന്നീട് പലിശയും പിഴപ്പലിശയും ചേർന്ന ബാധ്യത കുത്തനെ വർദ്ധിക്കുകയുമായിരുന്നു. തുടർന്ന് ബാങ്ക് വായ്പ ഈടാക്കുന്നതിനായി നടപടി സ്വീകരിക്കുകയും ഏകദേശം 5 മുതൽ 6 കോടി വരെ വിപണി മൂല്യമുണ്ടായിരുന്ന ഒരു പ്രധാന വസ്തു ഏകദേശം 2.5 കോടിക്ക് ലേലം ചെയ്യുകയും ചെയ്തു. അതിനുശേഷവും കുടുംബം താമസിച്ചിരുന്ന വീടും സ്ഥലവും ഉൾപ്പെടെ രണ്ടാമത്തെ വസ്തുവും ബാങ്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്തു. ഇങ്ങനെ കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ബാങ്കുകാരുടെ മനുഷ്യത്വരഹിതമായ, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ വിരുദ്ധമായ ഒരു സമീപനം കാരണം പെരിന്തൽമണ്ണ അർബൻ ബാങ്കാണ്. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മിക്കവാറും ഇടതു വലത് വ്യത്യാസമില്ലാത്ത നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഈ പ്രവാസി വ്യവസായിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു ബാങ്ക്, അവര് 10-15-20 ലക്ഷം രൂപ വില വരുന്ന നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ സ്ഥലം അവര് ജപ്തി നടപടിയിലൂടെ സ്വന്തമാക്കി. പക്ഷെ ഈ പ്രോപ്പർട്ടി വിറ്റ് പണമടക്കാമെന്ന് പറഞ്ഞ് ധാരണയാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭൂമി വിൽക്കാനാക്കൂല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കുറച്ച് ആളുകളെ വിൽക്കാനാക്കാതെ തടസ്സപ്പെടുത്തും. അദ്ദേഹം വീണ്ടും ബാങ്കിനെ സമീപിക്കും. അപ്പൊ പറയും അത് വിറ്റോളി എന്ന് പറയും. പക്ഷെ വിൽക്കാനാക്കൂല. അവസാനം ബാങ്ക് തന്നെ വിറ്റ് ആ പണം അവരെടുത്തു. ഇതിനിടെ കുടുംബം സ്വന്തം വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കപ്പെടുകയും വാടക വീട്ടിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ശ്രദ്ധയിലും വിഷയം കൊണ്ടുവന്നിരുന്നതായും അനുഭാവപൂർവമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നിരുന്നാലും അത്തരം അഭ്യർത്ഥനകൾക്ക് അനുകൂലമായ പ്രതികരണം ലഭിക്കാതെ ബാങ്ക് ലേല നടപടികളുമായി മുന്നോട്ടു പോവുകയാണുണ്ടായത്. ഒരു വശത്ത് വിദേശത്ത് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചു നേടിയ ആശുപത്രികളും വരുമാനവും നഷ്ടപ്പെടുകയും മറുവശത്ത് നാട്ടിൽ ബാങ്ക് നടപടികളിലൂടെ കുടുംബത്തിന്റെ എല്ലാ സ്വത്തുക്കളും അവസാന അഭയകേന്ദ്രമായ വീടും നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ നടപടി മനുഷ്യത്വത്തിനും സ്വാഭാവിക നീതിക്കും വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും ബന്ധപ്പെട്ട എല്ലാ അധികാരികളും അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള അസാധാരണ സാഹചര്യങ്ങളിൽ സഹകരണ ബാങ്കുകൾ മാനുഷികവും ന്യായയുക്തവുമായ സമീപനം സ്വീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും സലാം ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കരുവാരക്കുണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷൌക്കത്ത് അലി, ആയിഷ പൊട്ടിയിൽ, മുൻ മമ്പ്രാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ കരീം പുന്നപ്പാല, AK സിദ്ദിഖ് മമ്പാട് എന്നിവരും പങ്കെടുത്തു. കേരള വിഷൻ, മലപ്പുറം.